എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. 39-ാം ദിനം സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു നിമിഷം സിനിമ 119 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കടന്നിരിക്കുകയാണ്. ഇന്നലെ വരെ പ്രതീക്ഷിച്ചതിന് മുകളിലേക്കുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് ഇന്ന് വന്നത്. ഇന്ന് ഇതുവരെയുള്ള കളക്ഷൻ പ്രകാരം സിനിമയ്ക്ക് 85 ലക്ഷം രൂപയോളം ഈ ഒരു ഞായറാഴ്ച മാത്രം വന്നിരിക്കുകയാണ്. ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1 കോടിക്ക് മുകളിൽ തന്നെയാണ്. എല്ലാവർക്കും ഇന്നലത്തെ കളക്ഷൻ വെച്ച് ഒരു സംശയമുണ്ടായിരുന്നു, സിനിമ ഇന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ എന്നുള്ളത്. കാരണം ഇന്നലെ കളക്ഷൻ കുറവായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ ശനിയാഴ്ച പ്രതീക്ഷിച്ചതിനേക്കാളും താഴെയായിരുന്നു സിനിമയുടെ കളക്ഷനായി വന്നത്. ട്രാക്കിങ്ങിലൂടെ മാത്രം 48,50,000 രൂപയാണ് വന്നത്. അതായത് 65-70 ലക്ഷം രൂപ മാത്രമാണ് സിനിമയ്ക്ക് വന്നത്. അപ്പോൾ ഇന്നൊരു പ്രതീക്ഷ കുറവായിരുന്നു. കാരണം 118 കോടി 10 ലക്ഷം രൂപ കിട്ടിയ സിനിമയ്ക്ക് വേണ്ടത് 80 ലക്ഷം രൂപ കൂടി വേണമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് കാര്യങ്ങൾ മറിയുന്ന കാര്യമാണ് കണ്ടത്. ഇന്ന് ഇതുവരെയുള്ള കളക്ഷനിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 62,15,000 രൂപയോളമാണ്. അതായത് 85 ലക്ഷം രൂപ കടന്നിരിക്കുന്നു എന്നുള്ളത്. അതെ, സിനിമ 119 കോടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ഫൈനലായി വരുമ്പോൾ 119 കോടി 10 അല്ലെങ്കിൽ 15 ലക്ഷം രൂപ ആ റേഞ്ചിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് കഴിഞ്ഞ സിനിമ 300 കോടിയിലേക്കുള്ള ഒരു നോട്ടത്തിലാണ്. ഇതുവരെ 297.5 കോടിയോളമായിരുന്നു ഇന്നലെയെങ്കിൽ ഇന്ന് 298.5 കോടിയിലേക്ക് എത്തുകയാണ്. അതായത് ഇനിയും ഒരു 1.5 കോടി 1.25 കോടിയാണ് സിനിമയ്ക്ക് 300 കോടിയിലേക്ക് ടച്ച് ചെയ്യാനുള്ളത്. റെക്കോർഡുകൾക്ക് മുകളിൽ റെക്കോർഡ് അടിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. മോഹൻലാലിൻ്റെ തുടരുമെന്ന ചിത്രം, ആ ചിത്രം കരുതി വെച്ചിരുന്ന 118 കോടി 90 ലക്ഷം എന്നുള്ള ആ എമൗണ്ട് ഇന്ന് കടന്ന് എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും ഈ സിനിമ നമ്പർ 1 ആയി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങളില്ലാതെ വന്ന ഈ ഒരു സിനിമ അതൊരു പുതിയ ചരിത്രം കുറിക്കുക തന്നെയാണ്. ഫൈനൽ റണ്ണിൽ നമ്മൾ ഓരോരുത്തരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 130 കോടിക്ക് മുകളിലായിരിക്കുമെന്നുള്ളതാണ്. കാരണം ഇനിയും സിനിമയ്ക്ക് 20 ദിവസത്തോളം ഉള്ള ഒരു ലോങ് റൺ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഫ്രീ റൺ തന്നെയാണ് സിനിമയ്ക്ക് കിടക്കുന്നത്. എന്തായാലും ലോക ക്വാളിറ്റി കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇടിച്ചു കയറുന്നു. ഈ ഒരു ഞായറാഴ്ചയും 1 കോടി കിട്ടുമ്പോൾ 39-ാം ദിനത്തിലും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ആദ്യ ചിത്രമായി മാറുകയാണ് ലോക. ഇതിനോടകം തന്നെ കേരള ടോപ്പർ, അതേപോലെ ഡൊമസ്റ്റിക്കിലെ ടോപ്പർ, ഒരു മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന ചിത്രം എന്ന് വേണ്ട എല്ലാ കളക്ഷനും റിപ്പോർട്ടുകളും തകർത്തെറിഞ്ഞുകൊണ്ട് നമ്പർ 1 ആയാണ് സിനിമ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴിലും തെലുങ്കിലുമൊക്കെ സിനിമ നമ്പർ 1 ആണ്. ഹിന്ദിയിൽ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നു. ഇത് ഒരു ലോക അത്ഭുതമായി മാറുകയാണ്. ഏറ്റവും കൂടുതൽ ഷോ കളിച്ച ചിത്രമായി മാറുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമയായി മാറുന്നു. അതായത് ഈ ഒരു സിനിമ അങ്ങനെ തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ നൽകുന്ന പിന്തുണ, ക്വാളിറ്റിക്ക് കൊടുക്കുന്ന ആ ഒരു അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റിയിൽ ഒരു സിനിമ വരുമ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആഘോഷിക്കുക, സന്തോഷിക്കുക. മികച്ച ഒരു സിനിമയ്ക്ക് മികച്ച വിജയം നേടാൻ കഴിയുന്നു. 100 കോടി നേടിയെന്നോ അല്ലെങ്കിൽ 200 കോടി നേടിയെന്നോ അതിനൊക്കെയുപരി ഒരു മികച്ച സിനിമ തന്നെ വന്നു. നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ തുടങ്ങിയപ്പോൾ ഇട്ട പോലെ 300 കോടി നിസ്സാരം എന്ന് പറഞ്ഞെങ്കിൽ 300 കോടി നിസ്സാരമായിട്ട് തന്നെ നിൽക്കുന്നു എന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.